2025-26 വർഷത്തെ പരിസ്ഥിതി ദിന ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം നാം ആചരിക്കുന്നത്. 2018 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ്. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ്? 1972 ജൂൺ 5 അടുത്ത ചോദ്യം. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് എന്നാണ്, അല്ലെങ്കിൽ ആചരിച്ചത് എന്നാണ്? 1974 ജൂൺ 5-നാണ്. അടുത്തത്, ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശമാണ് ഒരു ഭൂമി മാത്രം എന്നതാണ് കേട്ടോ. ഒരു ഭൂമി മാത്രം എന്നതാണ് ആദ്യത്തെ സന്ദേശം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് റേച്ചൽ കേഴ്സൺ. ഉത്തരം റേച്ചൽ കേഴ്സൺ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് 1986-ലാണ് കേട്ടോ. 1986-ലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഉത്തരം പത്തനംതിട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം പ്രൊഫസർ ജോൺ സി ജേക്കബ്. പ്രൊഫസർ ജോൺ സി ജേക്കബ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ ആർ മിശ്ര. പ്രൊഫസർ ആർ മിശ്ര. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം മണ്ണുത്തി, തൃശ്ശൂർ. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ലൈക്ക് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക.